ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ നഴ്സുമാർ നടത്തിവന്ന സമരം 6ാം ദിവസത്തിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെടൽ വരുന്നത്. സമവായമുണ്ടാക്കി നാളെ തൊഴിൽ മന്ത്രി ടി.പി. രാമകൃഷ്ണൻ ആശുപത്രി ഉടമകളുമായും സംയുക്ത സമരസമിതി നേതാക്കളുമായും ചർച്ച നടത്തും. ഈ മാസം 11-ന് നഴ്സുമാർ പണിമുടക്ക് നടത്താനിരുന്ന സാഹചര്യത്തിൽ ചർച്ച ഏറെ നിർണായകമാകും. പനി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ സമരം ഉടൻ അവസാനിപ്പിക്കണമെന്നും ശമ്പള വർധനവിന്റെ കാര്യത്തിൽ സർക്കാർ നടത്തുന്ന ചർച്ചയിൽ തീരുമാനമുണ്ടാകുമെന്നും കണ്ണൂരിൽ ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. ആ മീറ്റിംഗിനകത്ത് സ്വാഭാവികമായിട്ടും ഈ സമരം ചെയ്യുന്ന നഴ്സുമാരുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നതിന് അവർക്ക് അനുകൂലമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുക. ഇതിനിടെ സമരത്തിന് പിന്തുണയുമായി മന്ത്രി കെ.ടി. ജലീൽ രംഗത്തെത്തി. 21,000 രൂപ മിനിമം വേതനം നൽകണമെന്നാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കോഴിക്കോട് പറഞ്ഞു. 21,000 രൂപയാണ് നഴ്സുമാർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ മാസവേതനമായിട്ട് നൽകേണ്ടത്. സത്യത്തിൽ ആ ഒരു രീതിയിൽ തന്നെ ആവണം. അതേസമയം ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ 4 തവണ തിരുവനന്തപുരത്ത് ചർച്ച നടന്നിരുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കെ മുരളീധരൻ MLA-യും വിവിധ സംഘടനകളും സമരപ്പന്തലിലെത്തി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. എല്ലാ ആശുപത്രികളിലും നഴ്സുമാർക്ക് അവർക്ക് അർഹമായ നീതിപൂർവകമായ ശമ്പളം ലഭിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കുന്നതാണ്. അതിന് വാസ്തവത്തിൽ ഇപ്പോൾ തന്നെ പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ കാത്തലിക് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കുള്ള ഒരു ബുദ്ധിമുട്ട് തീരെ പ്രയാസം അനുഭവിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലെ ആശുപത്രികളെക്കുറിച്ചാണ്. പക്ഷേ അവർ അതിൻ്റെ പേരിൽ നഴ്സസിന് ശമ്പളം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് നമ്മുടെ നിലപാട് അവരെ അറിയിച്ചിട്ടുണ്ട്.